നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാവേർ ആക്രമണമെന്ന സൂചന. ദില്ലി സ്ഫോടനം ഉന്നമിട്ടത് ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് എന്ന സൂചന. കാറിൽ കറുത്ത മാസ്ക് ധരിച്ചൊരാൾ. നിർണായകമായി CCTV ദൃശ്യങ്ങൾ. ചാവേർ ആക്രമണമെന്ന സൂചന പുറത്തുവരുമ്പോൾ രാജ്യം വീണ്ടും ഞെട്ടലിൽ തന്നെയാണ്. ദില്ലി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ UAPA വകുപ്പ് ചുമത്തി ദില്ലി പോലീസ് കേസെടുത്തു. 8 പേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം 13 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. 30-ലേറെ പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. കൊല്ലപ്പെട്ടവർ ദില്ലി UP സ്വദേശികളാണെന്നാണ് വിവരം. ഭീകരാക്രമണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം വിലയിരുത്തി. നടന്നത് ചാവേർ ആക്രമണമാണെന്നാണ് സൂചന. കറുത്ത മാസ്കിട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കാറിന്റെ ദൃശ്യം പുറത്തുവിട്ടത്. മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വാഹനത്തിന്റെ മുൻസീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. കാറിൽ ഉണ്ടായിരുന്നത് 3 പേരാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ചെങ്കോട്ടയിലെ പാർക്കിംഗിൽ പുറത്തേക്ക് വരുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ മാത്രമാണ് ഒരാൾ ഉണ്ടായിരുന്നത്. ഇതിനാൽ സ്ഫോടനം നടക്കുമ്പോൾ കാറിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നതെന്നും സംശയിക്കുന്നുണ്ട്. കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂർ നിർത്തിയിട്ടിരുന്നു. ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് ആണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് വിവരം. ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടുകൂടിയാണ് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സ്ഫോടനം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥർ പുൽവാമ സ്വദേശി താരിഖ് എന്നാണ് വിവരം. ഇന്നലെ വൈകിട്ട് 6:55 ദില്ലി ചെങ്കോട്ടയിൽ വൻ സ്ഫോടനം ഉണ്ടായത്. ലാൽ കില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹുണ്ടായി i20 കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കാറുകൾ, ഓട്ടോറിക്ഷക്കാർ, സൈക്കിൾ റിക്ഷകളിലെല്ലാം പൊട്ടിത്തെറിക്കൽ നടന്നിരുന്നു. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നെന്നും 1 കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. സാഹചര്യ തെളിവുകൾ ഭീകരാക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എങ്കിലും സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. രാജ്യ തലസ്ഥാനത്തെ നടുക്കിക്കൊണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ആവുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ 1ഉം 4ഉം ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് വൈകുന്നേരം 6:52 സ്ഫോടനം ഉണ്ടായത്. ഹരിയാന രജിസ്ട്രേഷനുള്ള i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. വാഹനത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തുണ്ടായിരുന്ന 8 കാറുകളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും പൊട്ടിത്തെറിച്ചതോടുകൂടി കാൽനട യാത്രക്കാർ അടക്കമുള്ളവർ മരണപ്പെട്ടായിരുന്നു എന്നാണ് വിവരം. മുഹമ്മദ് സൽമാൻ എന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത HR26E 7674 എന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. പരിക്കേറ്റവർ ദില്ലിയിലെ LNGP ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഫോടനം നടന്ന സ്ഥലവും ആശുപത്രിയും സന്ദർശിച്ചു. സ്ഫോടനത്തിന്റെ കാരണം ഇപ്പോൾ പറയാനായിട്ടില്ല എന്നും എല്ലാ വശങ്ങളും പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും അമിത്ഷാ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്ഫോടനം ഭീകരാക്രമണമെന്ന സൂചനയാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്നത്. NIA അടക്കമുള്ള എല്ലാ ഏജൻസികളും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഹരിയാനയിൽ അറസ്റ്റിലായ 2 ഡോക്ടർമാർക്ക് ദില്ലി സ്ഫോടനത്തിൽ പങ്കുള്ളതായാണ് സംശയിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ്, ഒരു അസോൾട്ട് റൈഫിൾ, വൻ ആയുധ ശേഖരണം എന്നിവയാണ് പിടിച്ചെടുത്തത്.